നമസ്കാരം. 1202 ചിങ്ങമാസം 1 മുതൽ 1202 കർക്കിടക മാസം 31 അതായത് 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെയുള്ള ഒരു വർഷക്കാലം 12 മാസക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പുരാടം നക്ഷത്രക്കാർക്ക് വ്യാഴം 8-ലും പിന്നീട് 9-ലും, ശനി 4-ലും പിന്നീട് 5-ലും, രാഹു 3-ലും ശേഷം 2-ഉം, കേതു 9-ഉം പിന്നീട് 8-ലും ആകയാല് ഗുണദോഷ ഫലങ്ങളാണ് കൂടുതലായിട്ടുണ്ടാകുന്നത്. ഗുണദോഷത്തില് ദോഷാധിക്യങ്ങൾ കൂടും. കാരണം ശനി 4-ലൂടെ സഞ്ചരിക്കുന്ന കാലമാണ്. ശത്രുക്കളുടെ ശല്യം, അതായത് പണം കടം വാങ്ങിക്കൊടുക്കാതിരുന്നവർക്ക് ശത്രുശല്യം കൂടുന്നതാണ്. ആളുകളുടെ ഇടയിലൊക്കെ ധാരാളമായിട്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ട് വരാം. ഉന്നതരായ ചില വ്യക്തികളുമായിട്ട് ചേർന്ന് ഭാവിയിലേക്കുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് പുതിയ ബിസിനസ്സോ പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്നത് കൊണ്ട് ഫ്യൂച്ചറിലേക്കുള്ള ഒരു സേവിങ്സ് എന്ന രീതിയിൽ അത് നിങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ദാമ്പത്യത്തിൽ അസ്വസ്ഥതകളൊക്കെ വന്നു ഭവിക്കാം. ധാരാളം വിരോധികൾ, ബന്ധുക്കൾ വിരോധികളാവുക, ധാരാളം വിരോധികളൊക്കെ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങും. പുതിയ വീടോ വാഹനമോ ഒക്കെ പുതുക്കി പണിയാനോ പുതിയ വാഹനം വാങ്ങിക്കാനൊക്കെ യോഗം കാണുന്നുണ്ട്. അത് ആഗ്രഹിച്ചവർക്ക് അത് ലഭ്യമാവുകയും ചെയ്യും. കുടുംബത്തിലെ മംഗളകർമ്മങ്ങൾ നടക്കാനിടയുണ്ട്. മനോവ്യത ഉണ്ടാക്കുന്ന പല സംഭവ വികാസങ്ങളും വന്നുപെടാം. മറ്റുള്ളവരുടെയൊക്കെ ചതിയിലോ വഞ്ചനയിലോ ചെന്ന് പെടാതിരിക്കാൻ, പ്രത്യേകിച്ച് സാമ്പത്തിക ചതിയിലൊക്കെ ചെന്ന് പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനം കഴിഞ്ഞവർക്ക് തൊഴിൽ ലഭ്യമാകാനായിട്ട് തടസ്സം വരുന്നുണ്ട്. വർഷമധ്യത്തോടെ ധനചെലവുകൾ അധികരിച്ചേക്കാം. മനസ്സുഖമില്ലാത്ത പല കാര്യങ്ങളും അനുഭവയോഗ്യമാകുന്നുണ്ട്. വീഴ്ച, അപകടം ഇവയൊക്കെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഉദരരോഗം മൂലം പലവിധ വിഷമതകളും ആശുപത്രിവാസവും വന്നുപെട്ടേക്കാം. രോഗശമനത്തിനായിട്ട് ധന്വന്തരി മൂർത്തി ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുന്നതും മഹാദേവന് മൃത്യുഞ്ജയ ഹോമം, പുഷ്പാഞ്ജലിയോ ഹോമമോ ഒക്കെ നടത്തുന്നതും ഒക്കെ നന്നായിരിക്കും. മഹാമൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, മഹാമൃത്യുഞ്ജയ ഹോമം ഒക്കെ നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും ദോഷാനുഭവങ്ങൾ കുറയ്ക്കുന്നതിന്.